വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഗവൺമെന്റ് LP സ്കൂൾ ബോയ്സിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട MLA സേവ്യർ ചിറ്റപ്പള്ളിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് MLA എന്ന നിലയിൽ ചിറ്റപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ ശ്രമഫലമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാകിരണം പദ്ധതിയിൽ ലഭിച്ച 1.17 കോടി രൂപ അനുവദിച്ച് നിർമ്മിച്ച വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് LP സ്കൂളിന്റെ കെട്ടിടമാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വ്യാഴാഴ്ച ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തത്. 6x6 മീറ്റർ വലിപ്പമുള്ള നിലവിൽ ഉണ്ടായിരുന്ന 2 ക്ലാസ് മുറികൾ ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ 8 ക്ലാസ് മുറികളും വരാന്ത, ഗോവണി, സ്റ്റീൽ വിൻഡോ, വാതിലുകൾ, ബാത്റൂം ഉൾപ്പെടെ 542 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം വടക്കാഞ്ചേരി നഗരസഭയുടെ 2024-25 സാമ്പത്തിക വർഷത്തെ മെയിൻ്റനൻസ് ഗ്രാന്റ് 10 ലക്ഷം രൂപ ഉപയോഗിച്ച് ചുറ്റുമതിൽ, കവാടം, ഗേറ്റ് എന്നിവയും നിർമ്മിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വിദ്യാലയത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉൾപ്പെടെ ഒട്ടനവധി ആധുനിക സൗകര്യങ്ങളാണ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഉത്സവ അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി അധ്യക്ഷത വഹിക്കുകയും നാട മുറിക്കുകയും ശിലാഫലകം അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു. വളരെ സന്തോഷകരമായൊരു നിമിഷം. ബോയ്സ് LP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പഴയ കെട്ടിടത്തിൻ്റെ ഒരു ഫോട്ടോയായി ഉഷ ടീച്ചർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് ഇവിടെ എല്ലാവർക്കും കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതിവിടെ ഏൽപ്പിക്കും, അതിവിടെ തൂക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. പഴയ സ്കൂൾ അത് കാണണ്ട ചരിത്രമല്ലേ. അപ്പോൾ അതത്ര മോശമൊന്നായിരുന്നില്ല. നമ്മളൊക്കെ പഠിച്ച വിദ്യാലയമാണല്ലോ. പൊതുവിദ്യാഭ്യാസ രംഗത്തുനിന്ന് കുട്ടികൾ അല്പാൽപമായി കുറയുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു. ആ സാഹചര്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംസ്ഥാനത്ത് രൂപപ്പെട്ട ജീവിത നിലവാരത്തിലൊരു മാറ്റമുണ്ട്. ആ മാറ്റത്തിനനുസരിച്ച് പൊതുവിദ്യാലയങ്ങളും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും ശക്തമായി വികസിക്കേണ്ടതുണ്ട് എന്ന ഒരു സാഹചര്യത്തിൽ വിദ്യാലയങ്ങളുടെ പൊതുവായ അന്തരീക്ഷത്തിൽ നിന്നും കുറെ കൂടി മെച്ചപ്പെട്ട അന്തരീക്ഷമെന്ന് തോന്നുന്ന അൺഎയ്ഡഡ് രംഗത്തേക്കൊക്കെ തന്നെ വൻതോതിൽ കുട്ടികൾ ഒഴിഞ്ഞു പോകാൻ ആരംഭിക്കുകയും കുടുംബങ്ങളിലെ കുട്ടികളുടെ എണ്ണത്തിൽ വന്ന കുറവുമെല്ലാം തന്നെ ഡിവിഷൻ ഇല്ലാതെയാവുന്നിടത്തേക്ക്, ജോലി ഇല്ലാതാവുന്നിടത്തേക്കൊക്കെ തന്നെ പടിപടിയായി പോവുകയും അൺഎക്കണോമിക്കായ അല്ലെങ്കിൽ ലാഭകരമല്ലാത്ത ഇത്തരം വിദ്യാലയങ്ങളെ അടച്ചുപൂട്ടാവുന്നതാണ് എന്ന ഒരു നയസമീപനത്തിലേക്ക് എത്തുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് 2016 ഒന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ MR അനൂപ് കിഷോർ, PR അരവിന്ദാക്ഷൻ, CV മുഹമ്മദ് ബഷീർ, ജമീല B AM, സ്വപ്ന ശശി, നഗരസഭാ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് SAA ആസാദ്, വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത്, വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി, മറ്റ് കൗൺസിലർമാർ, നഗരസഭ മുനിസിപ്പൽ എഞ്ചിനീയർ റിസ്മി മുഹമ്മദ്, വടക്കാഞ്ചേരി BPC ജയപ്രഭ CC, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, മുൻ ഹെഡ്മിസ്ട്രസ്മാരായ MN നാരായണി, സുബൈദ MK, ലിസി പോൾ M, വാഹിദ MA, മുൻ PTA പ്രസിഡന്റുമാരായ ഷിജു തലക്കോടൻ, അബ്ദുൾ വാരിസ് TM, PTA പ്രസിഡന്റ് സിറാജ് മാരാത്ത്, SMC ചെയർമാൻ മിഥുൻ ആന്റണി, മദർ PTA പ്രസിഡന്റ് അനീഷ റിൻഷാദ്, ഹെഡ്മിസ്ട്രസ് സ്റ്റെല്ല VJ തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. You are watching VCV News.